അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യുന്ന വിഷയം വളരെ ഗൗരവമുള്ള, ഒരു പക്ഷേ മനുഷ്യരാശിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പള്ളികളെല്ലാം അമ്പലമാക്കാൻ പോവുകയാണ്. അമ്പലങ്ങളാക്കുക അല്ലെങ്കിൽ പള്ളികൾ പിടിച്ചെടുക്കുക, ഇത് നമ്മൾ കുറേ നാളായി ഇങ്ങനെ കേൾക്കുന്നു പലയിടത്തുനിന്നും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആഗ്രഹം, ഇതാരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ മുളപൊട്ടുന്നത് എന്ന കാര്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരു നെഞ്ചിന് താഴെ വരെയൊക്കെ താടിയുള്ള ഒരു രൂപം. അദ്ദേഹം കുറേ നാളുകളായി പ്രസംഗിച്ച് നടക്കുന്നു. ആദ്യം തബ്ലീഗിലായിരുന്നു, തബ്ലീഗ് ജമാഅത്ത്. അവിടുന്ന് പതുക്കെ ചേക്കേറി വഹാബിസത്തിലേക്ക് വന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്, ബിദ്അത്തിന്റെ ഏതെങ്കിലും ഒരു സംഘടനയിൽ കാലെടുത്ത് വെച്ചാൽ, ഒരു വല്ല തബ്ലീഗിലോ ജമാഅത്ത് ഇസ്ലാമിയിലോ മുജാഹിദിലോ കാലെടുത്ത് വെച്ചാൽ കൂടുതലും അത് അവസാനിക്കുന്നത് നിരീശ്വരവാദത്തിലേക്കാണ്. അവസാനം ദൈവം ഇല്ല എന്നതിലേക്കാണ് വന്ന് അവസാനിക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഗുരുത്വക്കേടെന്ന പച്ച മലയാളത്തിൽ പറയാം. ഗുരുത്വക്കേട് പഠിപ്പിച്ച സത്യത്തിൻ്റെ വക്താക്കളായ ഗുരുനാഥന്മാരുടെ പൊരുത്തക്കേടാണ് അങ്ങനെ ഒരു നിരീശ്വരവാദത്തിലേക്ക് എത്തുക. അതബില്ലാത്തവർക്കേ നിരീശ്വരവാദത്തിലേക്ക് എത്താൻ കഴിയൂ. ഇവിടെ ചുഴലി അബ്ദുള്ള മൗലവി കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പള്ളികൾ, അത് കേരളത്തിൽ മാത്രം അല്ല. ഇൻഷാ അള്ളാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അഥവാ നമ്മുടെ കേരളത്തിൽ കാണുന്ന പള്ളികളൊന്നും മുസ്ലിങ്ങളുടേതല്ല, അത് ഹിന്ദുക്കളുടേതാണ് എന്നാണ് ചുഴലി അബ്ദുള്ള മൗലവി എന്ന മുസ്ലിങ്ങളുടെ വേഷം ധരിച്ച മനുഷ്യൻ പറയുന്നത്. വേഷം ഏതാണ് എന്ന് നമുക്ക് നോക്കണ്ട. അത് ആരുടെ വേഷത്തിനും ആർക്കും സോഷ്യൽ മീഡിയയിലൂടെ വരാം, അത് പ്രശ്നമല്ല. പക്ഷേ ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞതിൻ്റെ ആ വിഷയത്തിൻ്റെ ഗൗരവം ലോക മുസ്ലിങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞു. ഇത് ചുഴലി അബ്ദുള്ള മൗലവി അല്ല ആദ്യമായി പറയുന്നത്. ഇത് ആദ്യമായി പറയുന്നത് ഉമർ മൗലവിയാണ്, മുജാഹിദിന്റെ നേതാവാണ്. ആ ഉമർ മൗലവിയുടെ, ആ മുജാഹിദ് നേതാവിൻ്റെ പുസ്തകം എടുത്ത് മൂപ്പര് വായിച്ച് നോക്കിയപ്പോൾ കൊള്ളാം, അതിൽ ഇതുണ്ട്. അപ്പോൾ മൂപ്പര് ഇതുപോലെ ഇങ്ങോട്ട് ഛർദ്ദിച്ചു. ഇതാണ് സംഭവിച്ചത്. സത്യത്തിൽ കേരളത്തിലെ മാത്രം പള്ളികൾ അല്ല ചുഴലി അബ്ദുള്ള മൗലവി ശ്രദ്ധിക്കുക. കേരളത്തിലുള്ള പള്ളികൾ മാത്രം അല്ല നിങ്ങളുടെ ലിസ്റ്റിലുള്ളത്. പറഞ്ഞു തരാം. കേരളത്തിലുള്ള പള്ളികളിലെ ഇമാമിങ്ങളെ മാത്രമല്ല സ്വാമികളാക്കേണ്ടത്. സൗദിയിലെ, മക്കയിലെ ഇമാമ് നിങ്ങളുടെ നോട്ടത്തിൽ സ്വാമിയാണ്. മദീന പള്ളിയിലെ ഇമാമ് നിങ്ങളുടെ വാദമനുസരിച്ച് സ്വാമിയാണ്. മക്കയിൽ നടക്കുന്നത് നിങ്ങളുടെ വാദമനുസരിച്ച്, ചുഴലി അബ്ദുള്ള മൗലവിയുടെ വാദമനുസരിച്ച്, അതിന് ചുക്കാൻ പിടിച്ച ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലുള്ള സലഫികളുടെയും വഹാബികളുടെയും വാദമനുസരിച്ച് മക്കയിൽ നിസ്കരിക്കുന്നവർ മുശ്രിക്കുകളാണ്, മദീനയിൽ നിസ്കരിക്കുന്നവർ മുശ്രിക്കുകളാണ്. കാരണം അവർ സുന്നികളാണ്. മക്കയിൽ തറാവീഹ് 20 കേരളത്തിലെ സുന്നികളും 20. നിങ്ങൾ മാത്രം 8. നിങ്ങൾ കേരള സുന്നികൾക്കെതിരെ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒന്നാമത് ലോക മുസ്ലിങ്ങൾ തിരിയുന്ന കഅബാലയത്തിൻ്റെ ഇമാമിന്, മക്കയിലെ ഇമാമിന് തറാവീഹ് 20. അപ്പോ സുന്നികളായ ഇമാമിങ്ങളാണ് അവിടെയും നിസ്കരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വാദമനുസരിച്ച് മക്കയിലെ ഇമാമ് കാഫിറാണ്, മുശ്രിക്കാണ്. മക്കയിലെ ഇമാമ് അപ്പം ആ പള്ളിയല്ല, അമ്പലമാണ്. അപ്പം നിങ്ങളുടെ ഉദ്ദേശം സത്യത്തിൽ ബ്രിട്ടീഷ് ചാരനായ ഹംഫറിന്റെ വാദവും തീരുമാനവും പ്ലാനും പദ്ധതിയുമാണ്. നിങ്ങൾ പഠിച്ചത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ
ആശയമാണ്. ഇബ്നു അബ്ദുൽ വഹാബിനെ ഇതിലേക്ക് പ്രലോഭനം കൊടുത്തത് ബ്രിട്ടീഷുകാരനായ ഹംഫറാണ്. ചരിത്ര താളുകൾ എടുത്താൽ നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാകും. മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സൗദിയയിൽ സൗദ് കുടുംബം എന്ന കുടുംബത്തിലേക്ക് ചേക്കേറി, അഥവാ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന പ്രാസംഗികൻ യുവത്വകാലത്ത് ഓടി നടന്ന് പ്രസംഗിക്കുന്ന വലിയ ആർജവമുള്ള പ്രാസംഗികനായ ഇബ്നു അബ്ദുൽ വഹാബിനെ വാടകയ്ക്കെടുത്ത് പണവും പെണ്ണും കൊടുത്ത് 20 പെണ്ണുങ്ങളെ ഭാര്യമാരാക്കി സ്വീകരിച്ച് 200ഓളം മക്കളെ സമ്പാദിച്ച ആളാണ് ഇബ്നു അബ്ദുൽ വഹാബ്. ആ ഇബ്നു അബ്ദുൽ വഹാബിന് 2 ഭാര്യമാരെ ബ്രിട്ടീഷുകാരൻ വിവാഹം കഴിച്ചു കൊടുത്തു. അത് ഒന്ന് ജൂത സ്ത്രീയാണ്, ഒന്ന് യഹൂദ സ്ത്രീയാണ്, ഒന്ന് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇവർ 2 പേരെയും ഇബ്നു അബ്ദുൽ വഹാബിന് കൊടുക്കുകയും ആവശ്യത്തിന് പണങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ട് സൗദി ഭരണത്തിലേക്ക്, അതുവരെ 100% സുന്നിസത്തിൽ പറഞ്ഞിരുന്ന ഓട്ടോമൻ അഥവാ ഉസ്മാൻ ഖിലാഫത്ത്, ഉസ്മാൻ ഭരണകാലത്തെ ആ സൗദിയിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് സൗദ് കുടുംബക്കാരാകുന്ന സൗദ് ഇന്ന് നാം കാണുന്ന അവകാശികളുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഇബ്നു അബ്ദുൽ വഹാബിലൂടെ വിലക്കെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരനായ ഹംഫർ തുടക്കം കുറിച്ച പ്രസ്ഥാനത്തിന്റെ മെമ്പറാണ് ചുഴലി അബ്ദുള്ള മൗലവി എന്ന് ആദ്യം മനസ്സിലാക്കുക. ആ ചുഴലി അബ്ദുള്ള മൗലവിയും ബ്രിട്ടീഷുകാരനായ ഹംഫറും ഇബ്നു അബ്ദുൽ വഹാബും കൂടി നടത്തുന്ന പ്ലാൻ കേരളത്തെ വിലപ്പോകുമെന്ന് ചുഴലിക്ക് തോന്നിയെങ്കിൽ അത് തെറ്റി. ലോക മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ഈ കേരളത്തിലുള്ള പള്ളികൾ മുഴുവനും അമ്പലമാക്കണമെന്ന് ഒരുപക്ഷെ അമ്പലം പൊളിക്കാൻ നടക്കുന്നവർക്ക് ഒരു പാലം ഇട്ടുകൊടുത്ത് ചുഴലിക്ക് ഇവിടെ നിഗളിക്കാമെന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റി. ഇവിടെ പള്ളികൾ പൊളിക്കാൻ നിങ്ങളാണ് കൂട്ടുനിന്നത്. നിങ്ങൾ 1-ാം നമ്പർ വഹാബികളും സലഫികളും 1-ാം നമ്പർ കാറ്റഗറിയിൽപ്പെട്ട തീവ്രവാദികളാണെന്ന് ലോകം വിധിയെഴുതി. ഇന്നിപ്പോ സൗദി നിങ്ങളെ പുറത്താക്കി. അതിന്റെ കലിപ്പ് തീർക്കാൻ നിങ്ങൾ ചെറിയ ചെറിയ രാജ്യങ്ങളിലേക്കും നാടുകളിലേക്കും പല കോലത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കളി നടക്കൂല. നിങ്ങൾ 1-ാം നമ്പർ തീവ്രവാദികളാണെന്ന് ലോകത്തെ രാജ്യങ്ങളും ഭരണാധികാരികളും അതുപോലെ തബ്ലീഗിസം, നിങ്ങളുടെ ചെറിയ മോനാണ് തബ്ലീഗ്, അതിന്റെ വാപ്പയാണ് ജമാഅത്ത് ഇസ്ലാമി, അവരുടെ ഉപ്പാപ്പാണ് മുജാഹിദ്. അപ്പോൾ സൗദിയിൽ നിന്നും തബ്ലീഗിനെ കെട്ടുകെട്ടിച്ചു. കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കലാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ചുഴലി അബ്ദുള്ള മൗലവി ഒന്നുകൂടി ആലോചിച്ചിട്ട്, നിങ്ങൾ പണ്ട് പറഞ്ഞതുപോലെ E.K. ഹസൻ മുസ്ലിയാർ എന്ന കേരളത്തിന്റെ ലോകത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമായ ഷെയ്ഖുസമാന് E.K. ഹസൻ മുസ്ലിയാർ വഫാത്ത വേളയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ തസ്ലിം, നിങ്ങൾ മുസ്ലിം ആകണം, ഇസ്ലാമിലേക്ക് വരണം എന്ന് പറഞ്ഞ് പച്ച കാഫിറാക്കിയ നിങ്ങൾ ആ ഉമർ മൗലവിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഈ കാണുന്ന മുസ്ലിങ്ങളെ മുഴുവനും, ഈ പള്ളികളെ മുഴുവനും, ഇവിടത്തെ അമ്പലം പൊളിക്കാൻ നടക്കുന്നവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെ ഈ ലോകം തിരിച്ചറിഞ്ഞ് ചവിറ്റുകൊട്ടയിലേക്ക് എറിയും എന്ന കാര്യം യാതൊരു സംശയമില്ല. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല ബുദ്ധി തന്ന് ഇസ്ലാമിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.